ഞാൻ മറ്റേ പോയി തേച്ചിട്ടുണ്ടോ അതിന് വാറൊക്കെ മാറ്റി ഓറഞ്ച് ചുണ്ടിൽ തേച്ചിട്ടുണ്ട് നല്ല ഇങ്ങടാ എല്ലാരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ പല പല സാധനങ്ങൾ എടുത്ത് മുക്കുന്നു ഞാൻ പറഞ്ഞു. ക്രിസ്റ്റി ഐഡിയ ആണ്. ഇതാണ് നല്ല ഭംഗി. പൊക്കോണം പേപ്പർ കൊണ്ടുകൊണ്ട് ഇറങ്ങിയ പല കളർ പലതും ലിപ്സ്റ്റിക് അടിക്കാൻ ഈ പാഴം കാണിക്കുന്ന കൊണ്ടുപോയി മാറ്റിക്കാൻ ലിപ്സ്റ്റിക് അടിക്കാം. കൈ ഒക്കെ നീ നിന്നേരാന്ന് പറഞ്ഞില്ലേ നീ പേടിക്കുന്നതിന് ലിപ്സ്റ്റിക് അടിക്കാൻ പറഞ്ഞപ്പം നമുക്ക് കഥകളിയാക്കാം. മൊത്തം മാറ്റിക്കിടും. അതന്ന് കയ്യിലെടുത്ത് അങ്ങോട്ട് തേക്കണം. ഞങ്ങള് അങ്ങോട്ട് മെയ്യും. നമ്മളങ്ങോട്ട് മെയ്യും. എന്റെ മെത്തേനാണ് ക്രിസ്റ്റിക്കിട്ട് ഞാൻ മെയ്യും. പറഞ്ഞാലൊന്നും വേണ്ട. ക്രിസ്ത്യാനോ ഞാൻ പറഞ്ഞാനങ്ങരുത് അവനെ കൊണ്ട് നമ്മള് അവന് ലിപ്സ്റ്റിക് അടിച്ചേ. ചുണ്ട് ലിപ്സ്റ്റിക് അടിക്കാൻ ചുണ്ട് റോസ് എടുത്ത് ചുണ്ടില് രാധ നോക്കണേ പിടിക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പിടിച്ചിട്ടുണ്ടോ ആർട്ടിസ്റ്റുകളുടെ മോഹം എടുക്കട്ടെ. ആർട്ടിസ്റ്റുകൾ നോക്കി ചിരിക്കൂ. ആർട്ടിസ്റ്റ് പ്ലീസ്. എല്ലാ ആർട്ടിസ്റ്റുകളും ഇങ്ങനെ നോക്കൂ. ആർട്ടിസ്റ്റ് എവിടെ സാധനമുള്ള ഇങ്ങോട്ട് നോക്ക് ഈ സൈഡിലൊന്നും ഇല്ലടാ. പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടോ? എന്റെ അതിനകത്തുണ്ട്. ഇവിടെ ചുമലയും വെള്ളം എന്റെ മറ്റേ കബോർഡ് ചുമലയും വെള്ളം പച്ച അല്ല ചുമലയും വെള്ളം എന്റെ മറ്റേ കവറിനാ കൈ പിടിച്ചാണി കൈ മാറ്റില്ല കേട്ടാ. ഇല്ല എനിക്ക് ഒട്ടും വിശ്വാസം എവന്റെ വെള്ളം ഉടുപ്പിൽ നീ തേക്കും. എവന്റെ നീ വേറെ അങ്ങനെ മിക്സ് ചെയ്യില്ലടാ. ഒരു കളർ മാത്രം ചെയ്യില്ല. ഇപ്പൊ മൊത്തം ചുവപ്പായി. ഇനി മഞ്ഞ ഉറക്ക്. ആ പേപ്പർ മാറ്റി വേറെ പേപ്പർ എടുത്തേ. ആ പേപ്പർ തൂത്തല്ലേ വേറെ പേപ്പർ എടുത്തേ. സ്മൈൽ ബർത്ത്ഡേ പോയി ചീസ് പറഞ്ഞ നല്ല ഉഗ്ര രാധം അല്ലടാ. മോഹം മൊത്തം നീർന്നടാ. നെറ്റിയിലടിച്ചു വെക്കുവോ? DC സ്മാർട്ട് എന്ന് അല്ലെങ്കിൽ ആതിരാന്ന് എഴുതിയാലും മതി. ഒരു സൈഡിൽ രശ്മി ഒരു സൈഡിൽ ആതിര. തള്ളിയിടല്ലേ രശ്മി വേണ്ട. താങ്കൾക്ക് ഇതിനെ പറ്റി എന്താ അഭിപ്രായം? ഈ സെലിബ്രേഷനെ പറ്റി താങ്കൾക്ക് എന്താ അഭിപ്രായം? എന്തോ അങ്ങനെ നല്ല തുടർന്നുകൊണ്ടേയിരിക്കണം. അത് ശരി. താങ്കൾക്ക് എന്താ ഈ വക സെലിബ്രേഷനെ കുറിച്ച് അഭിപ്രായം? ഫോട്ടോ നിന്റെ ഫോൺ എന്തൊക്കെയാണ് എടാ ബ്രഷ് എന്ന് പറയുന്ന സാധനം നീ കണ്ടിട്ടുണ്ടോ? പാട്ട് പഠിക്കേ. സന്തോഷം ജന്മദിനം രശ്മിക്ക്. ഫോട്ടോ എടുക്ക. നിന്റെ ഫോൺ എന്റെ ഫോണിൽ ഫോട്ടോ എടുക്കടാ. ഹയർ സിംഗ് നീ ഒന്നെ കൈ പിടിച്ചേ. എന്നെ നെറ്റിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഫോട്ടോ എടുക്കും. ഒരാള് ഫോട്ടോ എടുക്കാൻ പോവാണ്. വിഷ്ണു രാജാവ് ഫോട്ടോ എടുക്കാൻ പോണ്. മാറ് രാജാവ് ഫോട്ടോ എടുക്കാൻ പോണ്. വിഷ്ണു വിളിക്കുന്നേ പുല്ലേ എടുക്ക് ഫോട്ടോ എടുത്തില്ല. എടുത്ത് ഇങ്ങോട്ട് തീർന്ന മുമ്പ് ഇനി തുറക്കാത്ത കാര്യങ്ങളൊക്കെ തുറന്നു. എല്ലാം തുറ. ബ്രൗൺ ഓറഞ്ച് ഒക്കെ തുറക്ക്. ബ്രൗണാ ഈ പുലികളി കൊള്ളാം.
എന്ത് രസമാണ് നിന്നെ കാണാൻ. കഴുത്ത് ബാക്കിയുണ്ട്, കഴുത്തിലൂടെ എന്ത് രസമാണ് ഇവനെ കാണാൻ. നിനക്ക് ഇത്ര സൗന്ദര്യം. കളറൊക്കെ ഇവിടെ പോയി. പിന്നില്ലേ മറ്റെന്ത് നീക്കാന്നറിയാം. നീയൊക്കെ കൂടെ ചൂണ്ടി കുത്തി കീറി. ഈ പേപ്പർ ആകുമ്പോ നല്ല സോഫ്റ്റ് ആണ്. നല്ല സുഖമാ. എന്താ പെയിന്റ് പൊട്ടിടുന്ന സാധനമാണോ? പെട്ടെന്ന് പെണ്ണുങ്ങളുടെ പൊട്ടില്ലേ? അത് ഓയിൽ പേസ്റ്റാ, പേടിക്കണ്ട. പറയുന്നതാണ് ഫാബ്രിക് പെയിന്റ്. ഫാബ്രിക് ഉണ്ടോ? പേടിപ്പിക്കാനാ. പിടിക്ക് ഇവനെ, പിടി ഇവന്റെ നെഞ്ചിട്ട് ആദ്യം എഴുതാ. എടാ ഇവന്റെ നെഞ്ചത്ത് ആദ്യം എഴുതാ. കാണത്തില്ല. ഫോട്ടോ എടുക്കാം. ആറ് പക്ഷേ ഞാൻ കൊറേ വർഷം ഉപയോഗിച്ച എവിടെയൊക്കെ തേക്കുന്ന ആർക്ക് പറഞ്ഞു. രശ്മി തുടച്ചിട്ട് ആതിരെ എഴുത്. ആതിരി അതായത് പേരെഴുതാൻ പറഞ്ഞപ്പോ പുലികളി വായിച്ച ആണല്ലേ. ആ ഇനി എഴുതിക്ക ആതിരാന്ന്. വൈറ്റില് വയറ്റിലല്ല അത് അലല്ല എഴുതുന്നുണ്ട്. നിക്ക് ആരാണ് ഈ ആതിര? എടാ ഡിസീസ് മാറ്റ്, ഡിസീസ് മാറ്റ്, ഡിസീസ് മാറ്റിലുള്ള പെണ്ണ്. ഞാൻ കഴിവടാ പട്ടി, നീ കളിക്കല്ലേ എന്റെ ടൂത്ത് ബ്രഷ്. എഴുതില്ല. നിക്ക് 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 എഴുതട്ടെ. ഏയും കൂടെ കഴിയട്ടാ എന്നിട്ട് നീ. ഞാൻ ചെവിയിലാണ് തേക്കുന്നത്. വീട് ഞാൻ ചെവിയിലാണ് തേക്കുന്നത്. ഫോട്ടോ ഇട്. നിന്റെ ഫോൺ ഇട്. എടാ എന്റെ ഫോൺ എന്തിയാ രാജാവേ? ഇങ്ങോട്ട് നോക്കി. ഫോട്ടോ എടുക്കട്ടെ. ആതിര ഫോട്ടോ മറിക്ക് മറിക്ക് എല്ലാരും മറിക്ക്. ആതിരയുടെ ഫോട്ടോ എടുക്കട്ടെ. ഇവൻ വർഷങ്ങളായിട്ട് പല്ല് വെച്ച് പിന്നെ കാര്യം കഴിയുന്ന പ്രശ്നം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുണ്ടി ചൊറിയുമ്പോ ഞാൻ ഫോട്ടോ എടുക്കാം. ആ ബ്രഷ് കയറ്റിട്ടാണ് ഞാൻ ചൊറിയുന്നത്. ചിലപ്പോ തീട്ട കഷ്ണങ്ങളൊക്കെ അതിനകത്ത് അതൊന്നും കേട്ടോ കൊണ്ടോണ്ട. മൂക്കിനുള്ള ആൾക്കല്ല വരും. അതൊക്കെ പെയിന്റ് ചെയ്താൽ കൂടെ പൊത്തടിച്ചേക്കാം. അത് തേച്ച് കഴിഞ്ഞാൽ വൃത്തിയിടാം. അത് തേച്ച് കഴിഞ്ഞാൽ ഒറ്റ കളറായി പോയി. ഇതാണ് നല്ല അത് തേക്കണം. അതിനകത്ത് കൂടി ഇട്ടാ മതി പുറത്തോട്ട്. എന്റെ മെത്തയാണ് പട്ടി, എന്റെ മെത്തയാണ് കൊല്ലി ഞാൻ നിന്നെ. ഞാൻ പെയിന്റിംഗ് ചെയ്യാം. ക്രിസ്റ്റി എന്റെ മെത്തനെ കൊല്ലും. അവിടെ സിനിമയില് ഇത് വരച്ചോലുണ്ട്, പടം വരച്ചോലുണ്ട്. ബ്രഷ് എടുത്ത് മാത്രം തിളക്കം പോകും. ഇവനെന്താ ചെയ്യുന്നത്? അതേപോലെ ഇതെടുത്ത് മാറ്റാ പട്ടി. ഈ പെയിന്റ് ഒക്കെ എക്സ്ട്രാ അങ്ങനെ അതാണ് രസം. നന്നായിട്ട് തേക്ക്. പേര് മാത്രം പോലും കഴുത്തിൽ കഴുത്തിൽ സ്ഥലമുണ്ട്. ഇനി മോത്ത് ആ സൈഡിലൊക്കെ തല പൊക്കിക്കേ. മാക്സിമം സ്പേസ് യൂട്ടിലൈസ്. മോനെ തല പൊക്കിക്കേ. ആ മൂക്കുള്ള നല്ല രസം, നല്ല കളറായി. ചോമ്പിടിച്ച മൂക്കില് ഒരു ഫോട്ടോ മേടിച്ച് ബാക്കി കൂടി തട്ടോ ഉള്ളല്ലേ, എല്ലാം തട്ടുന്നുണ്ട് മൊത്ത്. എന്റെ കയ്യിൽ പോയി.
കറുത്തു ഇതിന്റെ കറുത്ത കൈകൾ കാണിച്ചേ. ക്രിസ്റ്റിയുടെ കറുത്ത മോന്തയും കൂടി കാണിക്കട്ട. അവ ഓരോ നിമിഷം ഓർക്കട്ട് മോന്ത. ഇതെടുത്ത് മാത്രം അത് ഒറ്റ അവിടെ അല്ല ഞാൻ ഈ ചെവിയുടെ അടിയിൽ അടിക്കുന്നത്. അവിടെ ഒന്ന് സ്ഥലമുണ്ട്, വെറുതെ സ്ഥലം കളയല്ലേ. ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കോ. ഇത് മിക്സ് ചെയ്ത് ഇതെങ്ങനെയുണ്ട്? ഈ ഐഡിയ പറഞ്ഞപ്പോ ആൾക്കാര് പറഞ്ഞു കൊള്ളത്തില്ല. ആരുടെ ഐഡിയ? ദേവിടെ നിൽക്കുന്നു. ആക്ച്വലി കോണ്ട വരുന്ന ഞങ്ങൾക്ക് വർക്കൗട്ട് ആയില്ല. നമ്മള് നിറച്ച് നിന്റെ ബഡ്ഡി കൊണ്ട് ഇടാന്ന് വിചാരിച്ചു. നീ ഉറങ്ങി എഴുന്നേക്കുമ്പോ കോണ്ടത്തിലൂടെ ആയിരിക്കും എഴുന്നേക്കുന്നത്. ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോ ഞാനത് മറ്റേ രാജേഷിന്റെ മുഖത്ത് വെച്ച് അത് കഴുകി ക്ലീൻ ചെയ്താൽ കണ്ടാണ് വെച്ചത്. ഞാൻ അതേപോലെ അവനത് ഫോട്ടോ എടുത്തിട്ട് മാറ്റി മുഖത്ത് മൊത്തം കൊണ്ടവരിക്കും എഴുന്നേക്കും. എന്റെ അടുത്ത് കാണിച്ചിട്ട് ഞാൻ വെറുതെ പോകാന്ന് വിചാരിച്ചു. എടാ ചുണ്ടിൽ തേക്കരുതടാ. ചുണ്ടി തേക്കില് പെർമനന്റ് മാർക്കറിന്റെ ഇതൊക്കെ മിക്സ് അതിടുമ്പോ ഒറ്റ കളർ പെർമനന്റ് മാർക്കർ ഒറ്റ കളറാണ്. സൂത്രധാരൻ നീ എടുക്കാറില്ല. സൂത്രധാരൻ നിൽക്കാതെന്ത് സത്യം പറയാലോ. ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും സക്സസ് ആകുമെന്ന് വിചാരിച്ചു. എടുത്തോടാ. മുഖത്തിന് മുമ്പാണ് കൈ കൊണ്ട് നീ ആ സാധനം മുഖത്ത് കൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമല്ല. നമുക്ക് പോവാം. എല്ലാവർക്കും പോവാം. ഇനിയുണ്ട് ഓണത്തിലുണ്ട്. ഡ്രസ്സിന്റെ പുറത്തൊക്കെ വീണ സീനാണ്. ക്രിസ്റ്റിയുടെ മുഖത്തിന്റെ ഇവന്മാരാണ് എന്നെ എല്ലാത്തിനും സൂത്രധാരനാണ്. ഞങ്ങൾക്ക് എന്തൊക്കെ പ്ലാൻ ജാനുവരി 8 ദിവസം ഉണ്ട് പരിപാടിയുണ്ട്. വീഡിയോയാണ്.